ഉടനെ ഫറവോൻ ആളയച്ച് യോസെഫിനെ വിളിപ്പിച്ചു. വേഗത്തിൽ യോസെഫിനെ കുണ്ടറയിൽ നിന്നിറക്കി. അവൻ ക്ഷൗരം ചെയ്യിച്ചു. അവൻ്റെ വസ്ത്രം മാറി അവനെ ഫറവോൻ്റെ കൊട്ടാരത്തിൽ കൊണ്ടുവന്നു. ദൈവത്തിൻ്റെ മാറ്റമില്ലാത്ത വചനം ശ്രദ്ധിക്കുന്ന പ്രിയപ്പെട്ടവരെ, ദൈവം തൻ്റെ ഭക്തന്മാർക്ക് വേണ്ടി വേഗത്തിൽ ചെയ്യുന്ന പ്രവൃത്തികളെ തിരുവചന വെളിച്ചത്തിൽ നാം ധ്യാനിക്കുകയാണ്. രണ്ടാം ഭാഗം നാം കാണുന്നത് യോസെഫിൻ്റെ ജീവിതമാണ്. നീണ്ട 13 വർഷക്കാലം പൊട്ടക്കിണറ്റിലും അടിമച്ചന്തയിലും പോത്തിഫറിൻ്റെ വീട്ടിൽ ദാസ്യപ്പണിയും കാരാഗൃഹത്തിൽ അടിമത്തവും അനുഭവിച്ച യോസെഫിനെ ഇപ്പോൾ ഇതാ വേഗത്തിൽ ഉടനെ ആ കാരാഗൃഹത്തിൽ നിന്നും ഫറവോൻ പുറത്തിറക്കുകയാണ്. വേഗത്തിൽ ഒരു പ്രവൃത്തി. ഉടനെ ഫറവോൻ ആളയച്ചു, യോസെഫിനെ വിടുവിച്ചു. വേഗത്തിൽ അവനെ കുണ്ടറയിൽ നിറക്കി. പ്രിയപ്പെട്ടവരെ, വളരെ പെട്ടെന്നാണ് ഒരു ദൈവപ്രവൃത്തി യോസെഫിൻ്റെ ജീവിതത്തിൽ വെളിപ്പെട്ടത്. തന്നെ ഓർക്കാം എന്ന് പറഞ്ഞവർ, തന്നെ ഓർക്കുമെന്ന് താൻ ചിന്തിച്ചവർ തന്നെ മറന്നുപോയപ്പോൾ ദൈവം യോസെഫിനെ ഓർത്തു. പെട്ടെന്ന് വേഗത്തിൽ ഉടനെ ഒരു ദൈവപ്രവൃത്തി യോസെഫിൻ്റെ ജീവിതത്തിൽ വെളിപ്പെട്ടു. ഇന്ന് പകൽ നിങ്ങൾ വിശ്വസിക്കാമോ? വേഗത്തിൽ ചിലത് ദൈവം നിങ്ങൾക്ക് വേണ്ടി ചെയ്യും. എന്നാൽ ഇവിടെ ഇങ്ങനെ ഒരു പ്രവൃത്തി വെളിപ്പെട്ടതിൻ്റെ പുറകിൽ ഒരു വചന സത്യമുണ്ട്. അത് ഇന്ന് പകൽ നമ്മെ ചലിപ്പിക്കും. എന്തുകൊണ്ടാണ് യോസെഫിന് വേണ്ടി വേഗത്തിൽ ഒരു പ്രവൃത്തി വെളിപ്പെട്ടത്? നാം തിരുവെഴുത്ത് പരിശോധിച്ചാൽ 17-ാമത്തെ വയസ്സിലാണ് യോസെഫ് തൻ്റെ ഭവനത്തിൽ നിന്നും നഷ്ടപ്പെട്ടത്. 17-ാമത്തെ വയസ്സ് മുതൽ 30-ാമത്തെ വയസ്സ് വരെ നീണ്ട 13 വർഷക്കാലം തൻ്റെ ജീവിതത്തിൽ അത്ര വേഗത്തിൽ ഒന്നുമല്ല കാര്യങ്ങൾ മുൻപോട്ട് പോയത്. പൊട്ടക്കിണറ്റിലെ ഓർമ്മകൾ, അടിമച്ചന്തയിലെ ഓർമ്മകൾ, ദാസ്യവേല ചെയ്ത ഓർമ്മകൾ, കാരാഗൃഹത്തിൽ നീണ്ട വർഷങ്ങൾ കിടന്ന ഓർമ്മകൾ, അതത്ര പെട്ടെന്നൊന്നുമല്ല, അങ്ങനെ പെട്ടെന്ന് മറക്കാൻ പറ്റുന്ന ഒന്നുമല്ല. 13 വർഷം അതെങ്ങനെയാണ് താൻ തള്ളി നീക്കിയത്? അതങ്ങനെ പെട്ടെന്ന് മറക്കാൻ പറ്റില്ല. എന്നാൽ ഇവിടെ ഇന്ന് പകൽ പരിശുദ്ധാത്മാവ് പറയുന്നു, 13 വർഷത്തെ ഒരു വലിയ ഇടവേള, ആ ഇടവേളയ്ക്കൊടുവിൽ ഒരു പ്രവൃത്തി വെളിപ്പെട്ടാൽ അത് പെട്ടെന്നാണെന്ന് ചിന്തിക്കുന്നവരോട് വേഗത്തിൽ എന്നൊരു പദം അവിടെ വന്നിട്ടുണ്ട്. അതെങ്ങനെ വേഗത്തിലാകും? 13 വർഷം നരകയാതന അനുഭവിച്ചില്ലേ എന്നുള്ളൊരു ചിന്താഭാഗത്തുണ്ട്. എന്നാൽ പ്രിയപ്പെട്ടവരെ, ദൈവം വേഗത്തിൽ തന്നെയാണ് പ്രവൃത്തി ചെയ്തത്. ദൈവം ഉടനെ ഒരു ദൈവപ്രവൃത്തി ചെയ്തു. പ്രിയപ്പെട്ടവരെ, ദൈവം വേഗത്തിൽ ഒരു പ്രവൃത്തി ചെയ്യാനൊരു കാരണമുണ്ട്. യോസെഫ് കൃപയുള്ള ഒരു ഭക്തനായിരുന്നു. സ്വപ്നം കാണുന്ന കൃപ. ദൈവം അവന് സ്വപ്നങ്ങൾ നൽകുമായിരുന്നു. യോസെഫ് ആ കൃപ കാത്തു സൂക്ഷിച്ചു എന്ന് മാത്രമല്ല, സ്വപ്നം കാണുന്നവൻ സ്വപ്നം വ്യാഖ്യാനിക്കുവാൻ തുടങ്ങി. സ്വപ്നം വ്യാഖ്യാനിക്കത്തക്കവണ്ണം ആ കൃപയുടെ ജ്വലനം യോസെഫിൻ്റെ ജീവിതത്തിൽ വെളിപ്പെട്ടു. പിന്നെ അങ്ങോട്ട് നാം കാണുന്നത്, ആര് സ്വപ്നം കണ്ടാലും അത് രാജാവാണെങ്കിൽ പോലും അത് വ്യാഖ്യാനിക്കത്തക്കവണ്ണമുള്ള ഒരു ദൈവകൃപ യോസെഫിൻ്റെ മേൽ പ്രകാശിക്കാൻ തുടങ്ങി. പ്രിയപ്പെട്ടവരെ, ദൈവം എന്തുകൊണ്ടാണ് യോസെഫിന് വേണ്ടി വേഗത്തിലൊരു പ്രവൃത്തി ചെയ്തതെന്നറിയാമോ? ലഭിച്ച കൃപയെ അവൻ്റെ കഷ്ടതയുടെ നടുവിൽ, പ്രലോഭനങ്ങളുടെ നടുവിൽ, ശോധനകളുടെ നടുവിൽ നഷ്ടപ്പെടുത്തി കളയാതെ ലഭിച്ച കൃപ കാത്തു സൂക്ഷിക്കുകയും ലഭിച്ച കൃപ ജ്വലിപ്പിക്കുകയും ചെയ്തവനു വേണ്ടി, കൃപ കളയാതെ സൂക്ഷിച്ചവനു വേണ്ടി ദൈവം വേഗത്തിൽ ഒരു പ്രവൃത്തി ചെയ്തു. ഇന്ന് പകൽ പരിശുദ്ധാത്മാവ് പറയുന്നു, നിങ്ങളുടെ സാഹചര്യം എന്തുവാകട്ടെ, നിങ്ങൾ കൃപ കളയാതെ സൂക്ഷിച്ചാൽ, ദൈവമായിട്ടുള്ള വിശുദ്ധ ബന്ധത്തിൽ നിന്നാൽ, പ്രാർത്ഥനയിൽ മുന്നേറിയാൽ, വിശ്വസ്തതയിൽ മുന്നേറിയാൽ, കൃപയിൽ നിന്നാൽ, കൃപ കളയാതെ സൂക്ഷിച്ചാൽ, വേഗത്തിൽ ഒരു പ്രവൃത്തി നിങ്ങളെ കാത്തിരിക്കുന്നുണ്ട്. വർഷങ്ങൾ മുൻപോട്ട് പോകുന്നു എന്നോർത്ത് ഭാരപ്പെടേണ്ട.
പുറകിലേക്ക് നോക്കി പറയണം. 5 വർഷം കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പറയണം, 5 വർഷവും ഞാൻ കൃപയിലാണ് നിന്നത്. 10 വർഷം കഴിഞ്ഞെങ്കിൽ പറയണം, 10 വർഷവും ഞാൻ കൃപയിലാണ് നിന്നത്. അതുകൊണ്ട് ഇന്ന് പകൽ സന്തോഷിക്കാൻ വകയുണ്ട്. ഈ 10 വർഷവും നീ കൃപയിൽ നിന്നത് കണ്ട ദൈവം വേഗത്തിൽ ഒരു പ്രവൃത്തി നിനക്ക് വേണ്ടി ചെയ്യാൻ പോകുന്നു. കൃപയിൽ നിൽക്കുക, എന്തു വില കൊടുത്തു നിൽക്കുക. നിങ്ങൾക്ക് വേണ്ടി ഒരു പ്രവൃത്തി വേഗത്തിൽ വെളിപ്പെടുന്നു. വചനത്തോട് പ്രതികരിക്കാം. ദൈവം നമ്മെ ഓരോരുത്തരും ഈ പകൽ അനുഗ്രഹിക്കുമാറാകട്ടെ. ആമേൻ.